മൂന്നാം വഴി വീക്കെൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിത്യ. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകളിലേക്ക്. കേരള ബാങ്കിൽ പ്രൊഫഷണൽ ജീവനക്കാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് സ്ഥിരം ഇന്റർവ്യൂ ബോർഡ് രൂപീകരിച്ചു. 5 തസ്തികകളിലാണ് കേരള ബാങ്കിൽ ഇത്തരത്തിൽ നിയമനമുള്ളത്. ഇതിന് നേരത്തെ സർക്കാർ അംഗീകാരം നൽകിയിരുന്നു. ഇതിനായി ഒരു ഇന്റർവ്യൂ ബോർഡും സ്ഥാപിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. അംഗങ്ങളായ വ്യക്തികളുടെ പേരാണ് ഇതിലുണ്ടായിരുന്നത്. ഇത് മാറ്റി ബോർഡിൽ ഉൾപ്പെടുന്നവരുടെ തസ്തിക മാത്രം ചേർത്താണ് സ്ഥിരം ബോർഡ് രൂപീകരിച്ചിട്ടുള്ളത്. വ്യക്തികൾ വിരമിക്കുമ്പോഴോ സ്ഥാനമൊഴിയുമ്പോഴോ ബോർഡിൽ നിന്ന് മാറ്റേണ്ടി വരുന്ന സ്ഥിതി ഒഴിവാക്കാനാണ് തസ്തിക ഉൾപ്പെടുത്തി പുതിയ ഉത്തരവിറക്കിയത്. ചീഫ് IS സെക്യൂരിറ്റി ആൻഡ് IT ഓഫീസർ, ഹെഡ് ട്രഷറി ചീഫ് ഫിനാൻസ് ഓഫീസർ, ചീഫ് റിസ്ക് ഓഫീസർ, ചീഫ് ലീഗൽ ഓഫീസർ എന്നീ തസ്തികകളിലാണ് കേരള ബാങ്കിൽ കരാർ നിയമനമുള്ളത്. ഇതിൽ നിയമനം നടത്തുന്നതിനാണ് സ്ഥിരം ഇന്റർവ്യൂ ബോർഡ് ഉള്ളത്. 5 പേരടങ്ങുന്നതാണ് ബോർഡ്. സഹകരണ സംഘം രജിസ്ട്രാർ, കേരള ബാങ്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, 2 വിഷയ വിദഗ്ധർ എന്നിവരാണ് സമിതിയിലുള്ളത്. ബോർഡിലേക്കുള്ള വിഷയ വിദഗ്ധരെ നിയമിക്കാനുള്ള അധികാരം കേരള ബാങ്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നൽകിയിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിലെ കമ്പ്യൂട്ടർ വൽക്കരണവും പൊതു സോഫ്റ്റ്വെയർ സ്ഥാപിക്കലും അടുത്ത വർഷത്തോടെ പൂർത്തിയാകും. 70,000 പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ കമ്പ്യൂട്ടർ വൽക്കരിക്കാനാണ് കേന്ദ്ര സഹകരണ മന്ത്രാലയം പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. 2027 സാമ്പത്തിക വർഷാവസാനത്തോടെ 2,516 കോടി രൂപ കമ്പ്യൂട്ടർ വൽക്കരണത്തിന് ചെലവാക്കും. 24,000 പ്രാഥമിക സംഘങ്ങളിൽ സംരംഭ വിഭവാസൂത്രണത്തിൽ അധിഷ്ഠിതമായ പൊതുദേശീയ സോഫ്റ്റ്വെയർ ഏർപ്പെടുത്തി. ഇത് പ്രാഥമിക സംഘങ്ങളെ ജില്ലാ സംസ്ഥാന സഹകരണ ബാങ്കുകൾ വഴി നബാർഡുമായി ബന്ധിപ്പിക്കുന്നു. കമ്പ്യൂട്ടർ വൽക്കരണത്തിനു ശേഷം പ്രാഥമിക സംഘങ്ങൾക്ക് തടസ്സമില്ലാതെ വിവിധ സർക്കാർ വകുപ്പുകളെ ബന്ധപ്പെടാം. ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ നേരിട്ട് കൈമാറുന്ന സംവിധാനത്തിലൂടെ സബ്സിഡിയും മറ്റു ധനസഹായങ്ങളും കൃത്യമായി കൊടുക്കാനുമാവും. ബാങ്കില്ലാത്ത ഇടങ്ങളിൽ ബാങ്കിംഗ് സേവനങ്ങൾ നൽകാനും ഇവയെ ഉപയോഗിക്കും. രാജ്യത്ത് 10 ലക്ഷം പ്രാഥമിക സംഘങ്ങളുണ്ട്. ഇതിൽ 70,000 സജീവമാണ്. ഇവയിലൊക്കെ കൂടി 13 കോടിയിൽ പരം കർഷകർ അംഗങ്ങളാണ്. ഭക്ഷ്യധാന്യ ശേഖരണം, പാചകവാതക സിലിണ്ടർ വിതരണം, പൊതുസേവന കേന്ദ്രങ്ങൾ തുടങ്ങി നിരവധി സേവനങ്ങൾ ലഭിക്കുന്ന ഇടങ്ങളായി പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളെ മാറ്റാനാണ് പരിപാടി. ബാങ്കുകൾക്കുള്ള റിസർവ് ബാങ്കിന്റെ വായ്പാ പലിശ നിരക്കായ റിപ്പോ നിരക്ക് 6.5% തുടരാൻ ബാങ്കിന്റെ 6 അംഗ പണനയ സമിതി തീരുമാനിച്ചു. 2025 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ GDP വളർച്ച 7.2% സമിതി വിലയിരുത്തിയതായി ഗവർണർ ശക്തികാന്ത ദാസ് വെള്ളിയാഴ്ച പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വളർച്ച 7% മുൻ വിലയിരുത്തൽ. ജൂൺ 5 തുടങ്ങിയ പണനയ സമിതി യോഗം 7 സമാപിച്ചു. ഓഗസ്റ്റ് 6 മുതൽ 8 വരെയാണ് അടുത്ത യോഗം. 2024 രണ്ടാമത്തെ ദ്വൈമാസ പണനയമാണ് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചത്. പൊതുതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ പണനയ പ്രഖ്യാപനമാണിത്. 6 അംഗ പണനയ സമിതിയിൽ 4 പേർ റിപ്പോ നിരക്ക് നിലവിലുള്ള പോലെ തുടരണമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ 2 പേർ നിരക്ക് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഡോക്ടർ ജയന്ത് വർമ്മ, ഡോക്ടർ അഷിമ ഗോയൽ എന്നിവരാണിവർ. തുടർന്ന് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ പഴയ നിരക്ക് തുടരാൻ തീരുമാനിച്ചു. തുടർച്ചയായി 8ാം തവണയാണ് പഴയ നിരക്ക് തുടരാൻ തീരുമാനിക്കുന്നത്. പണമൊഴുക്ക് പിടിച്ചുവെക്കുന്ന നിലപാട് തുടരാനും നിശ്ചയിച്ചു. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്തേണ്ടെന്ന തീരുമാനത്തെ തുടർന്ന് സെൻസെക്സ്, നിഫ്റ്റി സൂചികകൾ 1% ഉയർന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങളിലൂടെയും രാഷ്ട്രീയ രംഗങ്ങളിൽ കുറെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായതിന്റെയും പശ്ചാത്തലത്തിൽ ജൂലൈയിൽ പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും വരെ റിപ്പോ നിരക്കിൽ കുറവൊന്നും വരുത്താതെ തുടരാനാണ് സാധ്യതയെന്ന് നേരത്തെ തന്നെ പല സാമ്പത്തിക വിദഗ്ധരും കണക്കുകൂട്ടിയിരുന്നു. പൂർണ്ണ ബജറ്റ് വരുന്നതോടെയാകും കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സമീപനം കൂടുതൽ വ്യക്തമാവുക. ജൂൺ 5 കേരളമെങ്ങും സഹകരണ സ്ഥാപനങ്ങളിൽ വൃക്ഷത്തൈ നടലും വൃക്ഷത്തൈ വിതരണവും ബോധവൽക്കരണവും അടക്കമുള്ള ചടങ്ങുകളോടെ പരിസ്ഥിതി ദിനം ആചരിച്ചു. സഹകരണ വകുപ്പ് നടപ്പാക്കുന്ന ഹരിതം സഹകരണം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനങ്ങളും വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ നടന്നു. എറണാകുളം ജില്ലയിലെ കാലടി കാഞ്ഞൂർ റൂറൽ സഹകരണ ബാങ്ക് കാഞ്ഞൂർ വെള്ളാരപ്പള്ളി സെന്റ് ജോസഫ് LP സ്കൂൾ അങ്കണത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നട്ടു. ബാങ്ക് പ്രസിഡന്റ് ജോയി പോൾ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സിറിൽ ഇടശ്ശേരി അധ്യക്ഷനായിരുന്നു.
സ്കൂൾ പ്രധാനാധ്യാപിക ഷൈബി മാത്യു തൈകൾ ഏറ്റുവാങ്ങി. പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ പരിസ്ഥിതി ദിനാചരണം പ്ലാവിൻ തൈ നട്ടുകൊണ്ട് ബാങ്ക് പ്രസിഡന്റ് PA റഷീദ് ഉദ്ഘാടനം ചെയ്തു. ബാങ്കിന്റെ കാർഷിക സേവന കേന്ദ്രത്തിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. തൃശൂർ ജില്ലയിലെ ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ തലത്തിലുള്ള ഹരിതം സഹകരണം പരിസ്ഥിതി പദ്ധതി പൂവത്തൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിൽ എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പ്ലാവിൻ തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ജില്ലയിലെ പാറശാല കാരോട് റൂറൽ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സഹകരണ സംഘം പരിസ്ഥിതി ദിനാഘോഷവും അനുമോദന സമ്മേളനവും നടത്തി. തൈ നട്ടുകൊണ്ട് K. ആൻസലൻ MLA ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് N. ധർമ്മരാജ് അധ്യക്ഷനായിരുന്നു. SSLCക്കും +2വിനും ഉന്നത വിജയം നേടിയവരെ കാരോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CA ജോസും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗം ഡോക്ടർ F. വിൽസണും ആദരിച്ചു. എറണാകുളം പള്ളുരുത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്ക് അത്യുൽപാദന ശേഷിയുള്ള വിയറ്റ്നാം ഏളി പ്ലാവിൻ തൈകൾ വിതരണം ചെയ്തു. പ്രസിഡന്റ് KP ഷെൽവൻ തൈ നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിൽ പ്ലാവിൻ തൈ നടൽ പ്രസിഡന്റ് സന്തോഷ് സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് AC നിസാർ ബാബു അധ്യക്ഷനായിരുന്നു. എറണാകുളം വെണ്ണല സഹകരണ ബാങ്കിന്റെ മുറ്റത്ത് ബാങ്ക് പ്രസിഡന്റ് NN സന്തോഷ് പ്ലാവിൻ തൈ നട്ടു. സൗജന്യമായി പ്ലാവിൻ തൈകൾ വിതരണവും ചെയ്തു. ഹരിതം സഹകരണം പരിപാടിയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം പള്ളിയാക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ എറണാകുളം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജോസൽ ഫ്രാൻസിസ് തോപ്പിൽ പ്ലാവിൻ തൈ നട്ട് നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് AC ഷാൻ അധ്യക്ഷനായിരുന്നു. കേരള ബാങ്കിന്റെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ KC സഹദേവൻ അടക്കം 12 പേർ സർവീസിൽ നിന്ന് വിരമിച്ചു. 37 വർഷത്തെ സേവനത്തിന് ശേഷമാണ് സഹദേവൻ വിരമിക്കുന്നത്. 2 വർഷം പ്രാഥമിക സർവീസ് സഹകരണ ബാങ്കിലും 25 വർഷം കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിലും പ്രവർത്തിച്ച അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ സഹകരണ ബാങ്കിന്റെ ജനറൽ മാനേജറായിട്ടാണ് തലസ്ഥാനത്ത് വന്നത്. കണ്ണൂർ മലപ്പട്ടം സ്വദേശിയാണ്. 2015-ൽ കേരള സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ചീഫ് ജനറൽ മാനേജറായി നിയമിതനായി. കേരള ബാങ്ക് രൂപീകരണത്തിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ തുടക്കം മുതൽ പങ്കാളിയായിരുന്നു. കേരള ബാങ്ക് രൂപീകരണത്തിനു ശേഷം നിലവിൽ വന്ന എക്സിക്യൂട്ടീവ് ഡയറക്ടർ തസ്തികയിലേക്ക് നിയമിക്കപ്പെട്ടു. കേരള ബാങ്കിന്റെ തീം സോങ് എഴുതിയത് ഇദ്ദേഹമാണ്. കേരള ബാങ്ക് ഇനിയും ബഹുദൂരം പോകേണ്ടതുണ്ടെന്നും ബാങ്കിനെ ലോകം ഉറ്റുനോക്കുന്ന രീതിയിൽ ജീവനക്കാർ ഉയർത്തിക്കൊണ്ടുവരണമെന്നും യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി VN വാസവൻ പറഞ്ഞു. വിരമിക്കുന്ന ജീവനക്കാർക്കുള്ള ഉപഹാരം മന്ത്രി GR അനിൽ നൽകി. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ അധ്യക്ഷത നിർവഹിച്ചു. പ്രവാസികളും സ്ത്രീകളും യുവാക്കളുമെല്ലാം ക്ഷീരോത്പാദന മേഖലയിലേക്ക് വരണമെന്ന് ലോക ക്ഷീരദിനത്തിൽ നൽകിയ സന്ദേശത്തിൽ മന്ത്രി J. ചിഞ്ചുറാണി ആവശ്യപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ ഫലപ്രദമായി ഉപയോഗിച്ച് കർഷകർക്ക് ക്ഷേമവും സാമ്പത്തിക സഹായവും ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഒട്ടേറെ പദ്ധതികൾ ഇതിനകം തന്നെ നടപ്പാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. പാൽ എന്ന സമ്പൂർണ്ണ ഭക്ഷണത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആഹ്വാനമനുസരിച്ച് 2001 മുതൽ ജൂൺ 1 ലോക ക്ഷീരദിനമായി ആചരിച്ചു വരികയാണ്. പാലിന്റെ പ്രാധാന്യം പ്രചരിപ്പിക്കാനും ഈ രംഗത്തിന്റെ യഥാർത്ഥ നട്ടലായ കർഷകരെ ആദരിക്കാനും ആഗോള വ്യവസായ മേഖലയിൽ പാലിന്റെ പ്രാധാന്യം തിരിച്ചറിയാനും ഈ ദിവസം നമുക്ക് അവസരം നൽകുന്നുവെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. 4 ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡ് നയങ്ങളിൽ മാറ്റം വരുത്തി. ബാങ്ക് ഓഫ് ബറോഡ, യെസ് ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, HDFC ബാങ്ക് എന്നിവയാണിവ. പലിശ നിരക്ക്, വൈകൽ ഫീസ്, ഇടപാട് നിരക്കുകൾ തുടങ്ങിയവയിലാണ് മാറ്റം. ബോബ്കാർഡ് ലിമിറ്റഡ് നൽകുന്ന ബാങ്ക് ഓഫ് ബറോഡയുടെ കോ-ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡിൽ ജൂൺ 23 മുതൽ മാറ്റങ്ങൾ ഉണ്ടാകും. ക്രെഡിറ്റ് കാർഡിൽ പണമടച്ചില്ലെങ്കിൽ കൊടുക്കേണ്ട പലിശ 3.49% നിന്ന് 3.57% ഉയരും. ഇതിന്റെ വാർഷിക നിരക്ക് 41.88% നിന്ന് 45% ക്രെഡിറ്റ് പരിധി കവിഞ്ഞാലുള്ള ഫീ അധികമെടുത്ത തുകയോ 500 രൂപയോ ഏതാണോ കൂടുതൽ അതിന്റെ 2.5% ആയിരിക്കും. നേരത്തെ 400 രൂപയായിരുന്നിടത്താണ് 500 രൂപ എന്ന് നിശ്ചയിച്ചിരിക്കുന്നത്. വൈകി പണമടയ്ക്കുന്നതിന് നൽകേണ്ടിയിരുന്ന കുറഞ്ഞ പിഴ 100 രൂപയിൽ നിന്ന് 250 രൂപയാക്കി. HDFC ബാങ്കിന്റെ സ്വിഗ്ഗി കോ-ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡിൽ ജൂൺ 21 മുതൽ സ്വിഗ്ഗി ആപ്പിൽ സ്വിഗ്ഗി മണിയായി ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് ആകുന്നതിനു പകരം നേരിട്ട് ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റിൽ വരികയാണ് ചെയ്യുക. ക്യാഷ് ബാക്ക് ശതമാനത്തിൽ മാറ്റമില്ല. IDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉള്ളവർ നടത്തുന്ന യൂട്ടിലിറ്റി പേയ്മെന്റുകൾക്ക് പുതിയ സർചാർജ് ഏർപ്പെടുത്തി. ഒറ്റ ബില്ലിംഗ് സൈക്കിളിൽ 20,000 രൂപയിൽ കൂടുതൽ പണം നൽകുമ്പോൾ GSTക്ക് പുറമെ 1% സർചാർജ് ഫീയും ആ ഫീക്ക് 18% GSTയും അടയ്ക്കണം. യെസ് ബാങ്കിന്റെ ചില ക്രെഡിറ്റ് കാർഡുകളിൽ ഇന്ധനം വാങ്ങുമ്പോൾ നൽകേണ്ട നിരക്കുകളിൽ മാറ്റമുണ്ടാകുമെന്ന് സൂചനയുണ്ട്. വാർഷിക ഫീയിലും ചേരുമ്പോഴുള്ള ഫീയിലുമുള്ള ഇളവുകളിലും മാറ്റം വരും. പ്രമുഖ ക്ഷീരസഹകരണ ഭീമനായ അമൂലും ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ മദർ ഡയറിയും പ്രമുഖ ഡയറി സ്ഥാപനമായ പരാഗ് മിൽക്ക് ഫുഡും പാൽവില വർദ്ധിപ്പിച്ചു.
പ്രവർത്തന ചെലവും ഉൽപാദന ചെലവും കൂടിയതും ഉഷ്ണതരംഗം മൂലമുണ്ടായ ബുദ്ധിമുട്ടുകളും അംഗയൂണിയനുകൾ കർഷകർക്ക് നൽകുന്ന വിലയിൽ 6 മുതൽ 8 വരെ ശതമാനം വർധന വരുത്തിയതുമാണ് വിലവർധനയ്ക്ക് കാരണമായി അമൂൽ പറയുന്നത്. അമൂൽ അര ലിറ്റർ പാലിന് 1 രൂപയും പാക്ക് ചെയ്ത വിവിധ ഇനം പാലുകൾക്ക് ലിറ്ററിന് 2 രൂപയുമാണ് കൂട്ടിയത്. അമൂൽ ഗോൾഡിന്റെയും അമൂൽ താസയുടെയും വില ലിറ്ററിന് 2 രൂപ കൂടും. അമൂൽ എരുമപ്പാലിന് ലിറ്ററിന് 3 രൂപയാണ് കൂടുക. മറ്റിനങ്ങൾക്കൊക്കെ ലിറ്ററിന് 1 രൂപയും. ജൂൺ 3-ന് വിലവർധന പ്രാബല്യത്തിൽ വന്നു. വിലവർധന മൂലം കുറഞ്ഞ വിൽപ്പന വിലയിൽ 3 മുതൽ 4 വരെ ശതമാനം വർധനയുണ്ടാകും. 2023 ഫെബ്രുവരിക്ക് ശേഷം തങ്ങൾ പാക്കറ്റ് പാലിന് വില കൂട്ടിയിട്ടില്ലെന്ന് അമൂൽ ചൂണ്ടിക്കാട്ടി. പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും ഉപഭോക്താവ് നൽകുന്ന ഓരോ രൂപയിലും 80 പൈസ കർഷകർക്ക് തന്നെ നൽകണമെന്നാണ് അമൂലിന്റെ നയം. കോപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്ന കേപ്പിന്റെ വടകരയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് 2 ദിവസത്തെ ബൂട്ട് ക്യാമ്പ് നടത്തുന്നു. എഞ്ചിനീയറിംഗ് പഠനത്തിന് തയ്യാറെടുക്കുന്നവർക്കാണ് ക്യാമ്പ്. അടിസ്ഥാന എഞ്ചിനീയറിംഗ് വിഷയങ്ങൾ പരിചയപ്പെടുത്തൽ, പ്രധാന കോഡിംഗ് ലാംഗ്വേജുകൾ ഉപയോഗിച്ചുള്ള പഠന വിവരങ്ങൾ, റോബോട്ടിക്സും വൈദ്യുത വാഹനങ്ങളും പോലുള്ള നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള സെഷനുകൾ തുടങ്ങിയവയുണ്ടാകും. ജൂൺ 19-നകം രജിസ്റ്റർ ചെയ്യാം. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകൾ ഇവിടെ അവസാനിച്ചു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളും നിങ്ങൾക്കും നൽകാം. അതിനായി മൂന്നാം വഴി online@gmail.com എന്ന മെയിൽ ഐഡിയിലേക്കോ 6238500515 എന്ന നമ്പറിലേക്കോ ബന്ധപ്പെടുക.